അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പം ആരായിരിക്കും നാട് കടത്തപ്പെടുന്നവർ? മുസ്ലിം വിഭാഗക്കാരായ ബംഗ്ലാദേശികൾ. ഏകദേശം 3.25-3.5 കോടിയോളം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ, അതായത് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ജോലി ചെയ്യാതെ തട്ടിപ്പും വെട്ടിപ്പും ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ബംഗ്ലാദേശി ക്രൈം നടത്തി ഇവിടെ വന്നവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറുമായിട്ടാണ്. ഇതിൽ പല ആൾക്കാർക്കും മമതാ ബാനർജി ഗവൺമെൻറ് പല ആവർത്തി ഭരിച്ചിട്ട് ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അവരെ ഉൾപ്പെടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാട് കടത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഡീറ്റെയിൻ ചെയ്യും. അതിന് ഗവൺമെൻറ് ടു ഗവൺമെൻറ് സംസാരിച്ചിട്ട് ഇവരെ നാട് കടത്തുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 2 ട്രെയിനുകൾ തമ്മിൽ ഒറീസയിൽ കൂട്ടിയിടിച്ച സമയത്ത് പെട്ടെന്ന് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യൻ അംബാസഡർ അവിടെ പെട്ടെന്ന് സന്ദർശിക്കുന്നു. കാരണം ഏകദേശം 300ഓളം ഡെഡ് ബോഡികൾക്ക് ആരും അവകാശികളില്ല. അപ്പോൾ ഈ 300 ഒരു 2 ട്രെയിനിൻ്റെ അകത്തുള്ള സംഭവം പറയുന്നത്. അതിനകത്ത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃതമായിട്ട് ഇന്ത്യയിൽ കുടിയേറിയവരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ പറയുന്ന ഈ 300ഓളം ഡെഡ് ബോഡികൾ എന്ന് പറയുന്നത്.